ബഹുമാന്യനായ അധ്യക്ഷൻ, സദസ്സിലും വേദിയിലിരിക്കുന്ന സുഹൃത്തുക്കളെ, ഒരു ബാലസംഘം പ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ ജീവിതാനുഭവങ്ങളാണ് എന്നെ ഇവിടെ എത്തിച്ചിട്ടുള്ളത് എന്ന് തുടക്കത്തിൽ തന്നെ പറയുന്നതിലെടുക്കാം. പലതരം ഓർമ്മകളാണ് ബാലസംഘവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. പക്ഷെ ഒരു പാർട്ടി കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ഒരു പാർട്ടി ഓഫീസിന്റെ എല്ലാ ചിട്ടവട്ടങ്ങളും ഉള്ള ഒരു വീടായിരുന്നു എന്റെ. അതുകൊണ്ട് തന്നെ ബാലസംഘത്തിന്റെ മടിത്തട്ടിലാണ് ഞാൻ ജനിച്ചു വീണത്. ബാലസംഘമാണ് എന്നെ വളർത്തിയത്. ബാലസംഘത്തിലെ ക്ലാസുകൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികം ചർച്ചയായ ഘട്ടത്തില് ബാലസംഘത്തിൽ കേട്ട ക്ലാസുകൾ ഞാൻ ആ ചർച്ചകളിൽ ഉദ്ധരിച്ചിട്ട് പോലുണ്ട്. കാരണം അത്രയ്ക്ക് ഓർമ്മയാണ് എനിക്ക്. നമ്മൾ വളരെ ചെറുപ്പകാലഘട്ടത്തിൽ നമ്മുടെ മസ്തിഷ്കത്തിൽ കയറുന്നത് ഒരു കാലഘട്ടത്തിലും നമുക്ക് മറക്കാനാവില്ലല്ലോ. ബാലസംഘത്തിന്റെ എല്ലാത്തരം പരിപാടികളിലും പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോഴും ബാലസംഘത്തിന്റെ കണ്ണൂർ സാംസ്കാരിക സമ്മേളനത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ പാപ്പിനിശ്ശേരിയിൽ ജനിച്ചു വളർന്നിട്ട ആളാണ്. ആ പാപ്പിനിശ്ശേരിയിൽ നിന്ന് കണ്ണൂരിലേക്ക് ഞങ്ങള് ₹1.10 ടിക്കറ്റ് എടുത്ത് കണ്ണൂർ നഗരത്തിലിറങ്ങി ആ സാംസ്കാരിക ഘോഷയാത്രയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശകരമായ അനുഭവമായിരുന്നു. ആ ആവേശകരമായ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ഞാനൊരു പുതിയ ചെരുപ്പ് അതിനുവേണ്ടി കരുതി വെച്ചിരുന്നു. അങ്ങനെ ആ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ഇങ്ങനെ നമ്മൾ നടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പുതിയ ചെരുപ്പ് പൊട്ടി. ആ പൊട്ടിയ ചെരുപ്പ് പിന്നെ നമ്മൾ ഇട്ട് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നടക്കുന്നതിനേക്കാൾ ആയാസകരമായ ഒരു നടപ്പായി മാറിയതുകൊണ്ട് ആ ചെരുപ്പ് ഞാൻ പാതി വഴിയിൽ ഉപേക്ഷിച്ചു. പിന്നെ അങ്ങോട്ട് മുന്നിൽ നടക്കുന്നയാളുടെ ചുമലിൽ പിടിച്ചും അയാളുടെ മറപറ്റിയും നടന്നുകൊണ്ടാണ് ഞാൻ ആ സാംസ്കാരിക ഘോഷയാത്ര പൂർത്തിയാക്കിയത്. അതുകൊണ്ട് ആ സാംസ്കാരിക ഘോഷയാത്രയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോഴും എന്റെ ഉപ്പൂറ്റി തിളക്കും. കാരണം ഈ ടാറിട്ട റോഡില് കരിങ്കല്ല് പാകിയ റോഡില് ഏതാണ്ട് കിലോമീറ്ററുകളോളം വന്ന് നടക്കേണ്ടി വരും. അതാണ് ബാലസംഘത്തിന് വേണ്ടി ഞാൻ സഹിച്ച ഏറ്റവും വലിയ ത്യാഗം. ഏതായാലും ഒരു ബാലസംഘം പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് കിട്ടിയ ക്ലാസുകൾ, എനിക്ക് കിട്ടിയ ജീവിതാനുഭവങ്ങൾ, എനിക്ക് കിട്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ, ഇതെല്ലാം ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്റെ ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിൽ നിർണായക ഘടകമായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കൂട്ടിച്ചേർത്തത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നതും നിങ്ങളുടെ പ്രായത്തിൽ മതസാമുദായിക സൌഹാർദ്ദത്തിനും ജനാധിപത്യത്തിനും സോഷ്യലിസത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിലെ ആദ്യത്തെ പടിയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് ഒരു സംശയവും തോന്നുന്നില്ല. ബാലസംഘത്തിലൂടെയാണ് നമുക്ക് പിന്നീടുള്ള എല്ലാ വളർച്ചയും സാധ്യമാകുന്നത് എന്ന് നേരിട്ട് തിരിച്ചറിഞ്ഞിട്ടുള്ള ആൾ തന്നെയാണ് ഞാൻ. കേരളത്തിലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ലൈബ്രറി പ്രസ്ഥാനങ്ങൾ. നിങ്ങൾക്കിപ്പോ സ്വാഭാവികമായിട്ടും എവിടെ നോക്കിയാലും പുസ്തകങ്ങൾ ലഭിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്റർനെറ്റിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും കിട്ടുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ എന്റെയൊക്കെ ചെറുപ്പകാലഘട്ടത്തിലുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമുക്കൊന്നും വേണ്ടത്ര പുസ്തകങ്ങൾ പോലും ലഭ്യമായിരുന്നില്ല എന്നുള്ളതാണ്.
അത് തേടിപ്പോകുന്നവർക്ക് മാത്രം ലഭ്യമാകുന്ന ഒന്നായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇപ്പൊ ബാലസംഘം എന്ന് പറയുന്ന കൂട്ടായ്മകളിലൂടെ അല്ലെങ്കിൽ SFI എന്ന കൂട്ടായ്മയിലൂടെ ഇത്തരം ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങളിലേക്ക്, വായനശാല പ്രസ്ഥാനങ്ങളിലേക്കുള്ള കൃത്യമായിട്ടുള്ള പാതയൊരുക്കൽ ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളെ പോലുള്ളവർക്ക് കുറെ കൂടി ഒരു സാമൂഹ്യ അവബോധമൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി സഹായമായി ഉണ്ടായിരുന്നത്. നമ്മുടെ വീട്ടിൽ ചിലപ്പോ പത്രങ്ങൾ വരുന്നുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പുസ്തകങ്ങൾ സംരക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്ക് ഓരോ പ്രായത്തിലും അല്ലെങ്കിൽ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ വളർച്ച എന്ന പാതയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഏത് തരത്തിലുള്ള സാഹിത്യത്തോടാണ്, ഏത് തരത്തിലുള്ള പുസ്തകത്തോടാണ് കമ്പം വരിക എന്നറിയില്ല. ആ പാളത്തിലേക്കൊന്ന് കയറി കിട്ടുക എന്ന് പറയുന്നത് ചിലപ്പോൾ ചില ആളുകൾക്ക് മാത്രം സാധ്യമാകുന്ന കാര്യമായിരിക്കും. ചിലർക്ക് നോവലായിരിക്കും, ചിലർക്ക് വൈജ്ഞാനിക സാഹിത്യമായിരിക്കും, ചിലർക്ക് മറ്റ് മേഖലകളിലേക്കായിരിക്കും വായന പറന്നു കയറുക. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ നമ്മുടെ വീട്ടിലൊരു പത്രം വരുത്തുന്നുണ്ട് എന്നുള്ളതിലോ അല്ലെങ്കിൽ കുറച്ചധികം പുസ്തകങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട് എന്നുള്ളതോ നമ്മുടെ വായനയെ വളർത്താൻ സഹായകരമായിട്ടുള്ള ഒന്നായി തീരണമെന്നില്ല. അതുകൊണ്ടാണ് ആദ്യകാല പ്രസ്ഥാനങ്ങളെല്ലാം തന്നെയും, ആദ്യകാല ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെയും ഈ ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങളെ അല്ലെങ്കിൽ വായനശാല ശാഖ പരിപോഷിപ്പിക്കുന്നതിന് ശ്രമിച്ചു പോന്നിട്ടുള്ളത്. ഭാഗ്യവശാൽ 1970കളിലും 80കളുടെ തുടക്കത്തിലും ഒക്കെ എന്റെ ബാല്യകാലം അതാണ്. ആ കാലഘട്ടത്തിലൊക്കെ അന്വേഷിച്ച് ചെന്നാൽ പുസ്തകങ്ങൾ ലഭ്യമാകുന്ന അവസ്ഥാന്തരം ഉണ്ടായിരുന്നു. ആദ്യത്തെ ഒരു 15-17 വയസ്സ് കാലഘട്ടത്തിലാണ് നമുക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നതിന് ഏറ്റവും താല്പര്യം ഉണ്ടാവുക. നമുക്ക് ജീവിതകാലം മുഴുവൻ നമ്മുടെ ഓർമ്മ നിലനിൽക്കുന്ന വിധത്തില് നമ്മൾ കാര്യങ്ങൾ ഗ്രഹിക്കണമെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ അതുണ്ടാകണം. എന്റെ ഈ പ്രായത്തിൽ ഞാൻ ഇപ്പോ ഒരു കാര്യം പഠിച്ചാൽ അടുത്ത വർഷം ഞാൻ ഇതേ സമയം നിങ്ങളോട് വന്ന് സംസാരിക്കുമ്പോൾ ആ കാര്യം ഒന്നും എനിക്ക് ഓർമ്മയുണ്ടാകണമെന്നില്ല. അതേസമയം ഞാൻ എന്റെ വിദ്യാഭ്യാസ കാലത്ത്, പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലും കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിലും പഠിച്ച കാര്യങ്ങൾ എനിക്ക് ഇന്നും ഓർമ്മയുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ കാലെടുത്തു വെക്കുന്നത് തന്നെ യഥാർത്ഥത്തില് ബാലസംഘം പോലുള്ള പ്രസ്ഥാനങ്ങളിലാകുമ്പോൾ അതിലൂടെ ലൈബ്രറി രംഗത്തേക്ക് കൂടി നമ്മൾ കടക്കുമ്പോൾ നമുക്ക് കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കാനും കുറേയധികം മനസ്സിലാക്കാനുള്ള പാതയിലേക്ക് നമ്മൾ എത്തിച്ചേരും എന്നുള്ളതാണ്. ഞാനൊരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പിന്നീട് ഞാൻ ഈ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറുകയും എനിക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിക്കുകയൊക്കെ ചെയ്തു. അതിനെ തുടർന്നാണ് ഏതാണ്ട് ആ കാലഘട്ടത്തിൽ തന്നെ ഞാൻ കോളേജ് മാഗസിൻ എഡിറ്ററാവുകയൊക്കെ ചെയ്തു. അതിനുശേഷമാണ് ഞാൻ മാധ്യമരംഗം എന്ന് പറയുന്നതിന്റെ ഒരു സാധ്യത തിരിച്ചറിഞ്ഞത്. 1990കളിലാണ്. ഞാൻ 1994 ഡിഗ്രി കഴിഞ്ഞു, 96 ആകുമ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിയുകയാണ്. അപ്പൊ ആ കാലഘട്ടത്തില് ഇപ്പോ വളരെ കാലികമായിട്ടുള്ള വിഷയമാണത്. കാരണം നിങ്ങൾ ഈ പത്രത്താളുകളിലൊക്കെ വായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പോ NDTVയുടെ ശോഷണം, NDTV അദാനി ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. NDTVയിലൊക്കെ വലിയ രീതിയിൽ പ്രതീക്ഷ കണ്ടിട്ടാണ് എന്നെ പോലുള്ള ആളുകൾ മാധ്യമരംഗത്തേക്ക് കടന്നത്. ഞാനിപ്പോ ഉദാഹരണത്തിന് ഒരു രാഷ്ട്രീയ കുടുംബത്തിൽ ജനിച്ച ആളെന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായ ഇച്ഛ രാഷ്ട്രീയ രംഗത്തേക്ക് തന്നെ തുടരുക എന്നുള്ളതായിരിക്കും. അതിനുള്ള എല്ലാ സാധ്യതകളും എന്നെ പോലുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് കുറെ കൂടി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുക മാധ്യമരംഗത്താണ് എന്ന് തോന്നലുണ്ടാക്കാൻ ആ കാലഘട്ടത്തിലെ മാധ്യമരംഗത്തെ പ്രവർത്തനം ഉപകരിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങള് മഹാഭൂരിപക്ഷം ഇവിടെ ഒരു 20 വയസ്സിന് താഴെയുള്ള ആളുകളായിരിക്കാം. നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുൻപുള്ള കാലഘട്ടത്തിലേക്കാണ് ഞാനിപ്പോ പോകുന്നത്. ആ കാലഘട്ടത്തില് ജർമ്മനിയുടെ പുനരേകീകരണം പോലുള്ള വലിയ ലോക സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ തകർച്ച, ജർമ്മനിയുടെ പുനരേകീകരണം, ഇന്ത്യയിൽ തന്നെ ഉദാരവൽക്കരണ നയം രൂപീകരിക്കുന്ന കാലഘട്ടം, ഇങ്ങനെ ലോകമാകമാനം ഏതാണ്ട് കീഴ്മേൽ മറിയുന്ന ഒരു അവസ്ഥയിലേക്ക് ലോകത്തിലെ രാഷ്ട്രീയം തന്നെ
അവസ്ഥയിലേക്ക് എന്റെയൊക്കെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ സംഭവിച്ചിരുന്നു. ആ കാലഘട്ടത്തിലാണ് NDTV എന്നൊരു ടെലിവിഷൻ ചാനലായി നമ്മുടെ മുന്നിലില്ല. പക്ഷെ ഒരു NDTVയുടെ കണ്ടന്റ് നമുക്ക് അന്ന് ദൂരദർശനിലൂടെ ലഭ്യമായിരുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ജർമ്മനിയുടെയൊക്കെ പുനരേകീകരണം വരുന്ന സമയത്ത് മലയാളിയായ അപ്പൻ മേനോൻ എന്ന് പറയുന്ന ജേർണലിസ്റ്റ് ആ ജർമ്മൻ മതില് തകർന്നതിന്റെ കല്ലെടുത്ത് ഇങ്ങനെ ടെലിവിഷനിൽ കാണിച്ചുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഞങ്ങളെപ്പോലുള്ള ആളുകൾ, ചെറുപ്പക്കാര് ഈ മേഖലയിൽ ആകർഷിതരായി മുന്നോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ആ സമയത്ത് തന്നെയാണ് മലയാളത്തിൽ ശശികുമാറിന്റെ നേതൃത്വത്തിൽ ഏഷ്യാനെറ്റ് വരുന്നത്. ഇന്നത്തെ ഏഷ്യാനെറ്റ് ന്യൂസ് അല്ല, ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ജനറൽ എന്റർടൈൻമെന്റ് ചാനലിന്റെ ആദിമ രൂപം. കേരളത്തിലൊരു അല്ലെങ്കിൽ മലയാള ഭാഷ സംസാരിക്കുന്ന ഒരു ടെലിവിഷൻ ചാനലോ എന്ന സംശയം അന്ന് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ദൂരദർശൻ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഒരു പ്രത്യേക സ്വകാര്യ ടെലിവിഷൻ ചാനൽ എന്ന ചോദ്യം എല്ലായിടത്തും ഉയർന്നിരുന്നു. ശശികുമാർ ആ കാലഘട്ടത്തിൽ ദൂരദർശനിൽ വാർത്ത വായിക്കുകയാണ്, ഇംഗ്ലീഷ് വാർത്ത വായിക്കുകയാണ്. അദ്ദേഹം PTIയിൽ ജോലി ചെയ്തു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വിപ്ലവകരമായ ആശയങ്ങളുള്ള സമയമാണ്, ചെറുപ്പമാണ്, തിളക്കുന്ന പ്രായമാണ്. ശശികുമാറിനെ സംബന്ധിച്ചിടത്തോളം ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ കഴിയും. വീണ്ടും ഞാൻ പറയാണ്, നിങ്ങളെപ്പോലുള്ളവർക്ക് ചിലപ്പോ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു. അന്ന് ദൂരദർശൻ എന്ന് പറയുന്ന ദേശീയ ടെലിവിഷൻ ചാനൽ മാത്രമാണ് ഇന്ത്യയിലെ സംപ്രേഷണാധികാരം. സംപ്രേഷണം എന്ന് പറയുമ്പോൾ എന്താ, നിങ്ങളിപ്പോ ഫേസ്ബുക്കില് നിങ്ങളൊന്ന് ക്ലിക്കിട്ടാൽ നിങ്ങൾക്ക് ലോകം മുഴുവൻ കാണാവുന്ന വിധത്തിലുള്ള ഒരു സംപ്രേഷണം സാധ്യമാണ്, ഒരു ബ്രോഡ്കാസ്റ്റിംഗ് സാധ്യമാണ് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ട്വിറ്ററിലോ. പക്ഷെ ആ കാലഘട്ടമല്ല ഞാൻ പറയുന്ന 90-കൾ. ആ കാലഘട്ടത്തിലും ഇപ്പോഴും സാറ്റലൈറ്റിലൂടെയാണ് ടെലിവിഷൻ ചാനലുകൾ സംപ്രേഷണം ചെയ്യുന്നത്. നമുക്ക് ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്ന് ദൂരദർശനിലേക്ക് മാത്രമാണ് അപ്ലിങ്കിങ് അനുവദിച്ചിട്ടുള്ളത്. അതായത് ഇപ്പോ ഇതൊരു എയർ സ്റ്റേഷനാണ് എങ്കിൽ എയർ സ്റ്റേഷനിൽ നിന്ന് ഒരു നമ്മൾ അയക്കുന്ന ഇൻസാറ്റ് 2Eയോ മറ്റോ ഉള്ള ഒരു ടെലിവിഷൻ ചാനലിന്റെ സാറ്റലൈറ്റ് ഉണ്ടാവും. ആ സാറ്റലൈറ്റുമായിട്ട് കണക്ട് ചെയ്ത് അവിടെ നിന്ന് താഴേക്ക് സംപ്രേഷണം ആരംഭിക്കുന്നതിനാണ് അപ്ലിങ്കിങ് എന്ന് പറയുക. അത് താഴേക്ക് എത്തുന്നതിന് നമ്മൾ റിസീവ് ചെയ്യുന്നതിനാണ് ഡൗൺ ലിങ്കിങ് എന്ന് പറയുക. ഡൗൺ ലിങ്കിങ് ഇന്ത്യയിൽ സാധ്യമായിരുന്നു. നമുക്ക് ആ കാലഘട്ടത്തിൽ ഇതുപോലെ കേബിൾ നെറ്റ്വർക്ക് ഒന്നും ഇല്ലെങ്കിൽ തന്നെയും വലിയ ഡിഷൊക്കെ വെച്ച് നമുക്ക് BBC-യും CNN-ഉം പോലുള്ള വിദേശ ടെലിവിഷൻ ചാനലുകളെ റിസീവ് ചെയ്യാൻ കഴിയുമായിരുന്നു. നമുക്കത് വലിയ ഡിഷ് ആന്റിന വീട്ടിൽ വെച്ചാൽ അത് തിരിച്ച് കളിച്ചാൽ അതിനകത്ത് നമുക്ക് ഈ BBC-യും CNN-ഉം പോലുള്ള ടെലിവിഷൻ ചാനലുകൾ നമ്മുടെ വീട്ടിൽ കാണാൻ കഴിയുമായിരുന്നു. അത് നിയമവിധേയമാണ്. ഡൗൺ ലിങ്കിങ് നിയമവിധേയമാണ്. പക്ഷെ അപ്പ് ലിങ്കിങ് നിയമവിധേയമല്ലാത്ത കാലഘട്ടമാണ് അന്നുണ്ടായിരുന്നത്. അതിന് ആ സോവിയറ്റ് യൂണിയൻ തകർന്ന കാലഘട്ടത്തിൽ 1989 ഗോർബച്ചേവിന്റെ സോവിയറ്റ് യൂണിയൻ വിപ്ലവം ആരംഭിക്കുന്നു. സോവിയറ്റ് യൂണിയൻ ഇല്ലാതാകുന്നു ഏതാണ്ട് 1-2 കൊല്ലത്തിനുള്ളില്. അങ്ങനെ ലോകക്രമത്തിൽ തന്നെ വലിയ മാറ്റം വന്നു, അത് രാഷ്ട്രീയം. പക്ഷെ ടെലിവിഷൻ ചാനലുകള് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർക്ക് കുറെ കൂടി വില കുറഞ്ഞ അല്ലെങ്കിൽ ചീപ്പായ അല്ലെങ്കിൽ അധികം പണം ചെലവാക്കാതെ ഒരു ടെലിവിഷൻ ചാനൽ തുടങ്ങണമെങ്കിൽ സോവിയറ്റ് യൂണിയൻ ആ കാലഘട്ടത്തിൽ അതിന്റെ പ്രതാപകാലത്ത് അയച്ച കുറേയധികം സാറ്റലൈറ്റുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ സാറ്റലൈറ്റുകളിൽ ഒന്ന് വാടകയ്ക്കെടുത്തുകൊണ്ടായിരുന്നു അന്ന് ശശികുമാറിന്റെ നേതൃത്വത്തിലെ ടെലിവിഷൻ ചാനൽ ആരംഭിച്ചത്. അതിന്റെ പേരാണ് ഏഷ്യാനെറ്റ് എന്നത്. അത് വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു തുടക്കമൊന്നും ആയിരുന്നില്ല. കാരണം കുറച്ച് പ്രോഗ്രാം മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. കാരണം അത് മോസ്കോയിലേക്ക് എത്തിക്കണം. നമ്മൾ തിരുവനന്തപുരത്തുള്ള ഏഷ്യാനെറ്റിന്റെ സ്റ്റുഡിയോയിൽ നിന്ന് മോസ്കോയിൽ എത്തിച്ചുകൊണ്ടാണ് അതിന്റെ പരിപാടി സംപ്രേഷണം ചെയ്യേണ്ടത്. പക്ഷെ ശശികുമാർ എന്ന് പറയുന്ന ഒരു വാർത്താ അവതാരകനെ സംബന്ധിച്ചിടത്തോളം, ഒരു മാധ്യമ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അത് പോരായിരുന്നു. ശശികുമാർ മോസ്കോയിൽ നിന്നും അത് ഫിലിപ്പീൻസിലെ മനിലയിലേക്ക് വന്നു. മനിലയിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് വാർത്ത തുടങ്ങിയത്.
മനിലയിൽ എന്ന് പറഞ്ഞാൽ ഫിലിപ്പീൻസിലെ മനില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇന്നത്തെ രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷനൊന്നും അന്ന് ആ കാലഘട്ടത്തിലില്ല. വളരെ ദുർഘടമായ പാതയിലൂടെ എന്ന നിലയിൽ വിമാനത്തിൽ സഞ്ചരിക്കേണ്ടി വരും. കാരണം ചെറിയ ചെറിയ വിമാനങ്ങളാണ്, അതിങ്ങനെ ആടി ഉലയുന്ന വിമാനങ്ങളാണ്. ആ കാലഘട്ടത്തിലാണ് ശശികുമാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ചെന്ന് ആദ്യത്തെ ടെലിവിഷൻ വാർത്ത, സ്വകാര്യ ടെലിവിഷൻ ചാനൽ രംഗത്തെ വാർത്താ സംസ്കാരം രൂപപ്പെടുത്തിയത്. ഞാൻ ആ ടീമിലേക്ക് ചേർന്നത് തൊട്ടടുത്ത വർഷം തന്നെ സിംഗപ്പൂരിലുള്ള സമയത്താണ്. അപ്പൊ കേരളത്തിലെ ഒരു വാർത്ത കേരളത്തിൽ നിന്നുകൊണ്ട് അവതരിപ്പിക്കാൻ കഴിയാത്ത ഒരു ദേശീയ നയമുള്ള ഇന്ത്യ പോലൊരു രാജ്യത്ത് മലയാള ഭാഷയില് ഒരു ടെലിവിഷൻ വാർത്താ സംസ്കാരം രൂപീകരിക്കുന്നതിന് വേണ്ടി ആദ്യം ഫിലിപ്പീൻസിലെ മനിലയിലും പിന്നീട് സിംഗപ്പൂരിലും അതിന്റെ ശാഖ തുടങ്ങുകയും അതിന്റെ പ്രൊഡക്ഷൻ സെന്റർ തുടങ്ങുകയും അവിടെ വെച്ച് വാർത്ത അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ വാർത്താ സംസ്കാരത്തിന് തുടക്കം വിടുകയും ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് രാഷ്ട്രീയത്തിന് അതീതമായി വേറൊരു മേഖലയില് ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർക്ക് വഴിതെറ്റി സഞ്ചരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അവിടെയാണ് വിപ്ലവം കൂടുതൽ എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ്. പാതയിൽ നമുക്ക് വലിയ അനുഭവങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ആ അനുഭവങ്ങളിലേക്ക് ഞങ്ങളെ പരുവപ്പെടുത്തിയെടുത്തിയത് ബാലസംഘത്തിന്റെ തുടക്കത്തിലൂടെ ആയിരുന്നു എന്ന് പറയാനാണ് അത്രയും കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഞങ്ങളെപ്പോലുള്ളവർക്ക് ഭയമില്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു. ഒന്നിനെയും ഭയക്കേണ്ട അവസ്ഥ യഥാർത്ഥത്തിൽ നമ്മുടെ ഒന്നും ബാല്യകാലത്ത് ഉണ്ടായിരുന്നില്ല. നമുക്കൊരു പുറംചട്ട ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ പുറംചട്ട എന്ന് പറയുന്നത് ബാലസംഘത്തിന്റെ സംഘാടകത്വം മാത്രമല്ല, വായന എന്ന ഒരു പുറംചട്ട നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ഞങ്ങളതൊക്കെ എസ് കെ പൊറ്റക്കാട് അടക്കമുള്ള വലിയ യാത്രികരുടെ കഥകൾ വായിച്ച് വളർന്നിട്ടുള്ള ആളുകളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം വലിയ അനുഭവങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ഞങ്ങൾ വ്യഗ്രത കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇത്തരം സാധ്യതകൾ ഞങ്ങളുടെ മുന്നിലേക്ക് തുറന്നു വരുന്നത്. ആ കാലഘട്ടം പിന്നീട് അതൊരു വലിയ ടെലിവിഷൻ സംസ്കാരമായി വളർന്നു വന്നു. ഏഷ്യാനെറ്റ് ആദ്യം നേരത്തെ പറഞ്ഞ പോലെ മോസ്കോയിൽ നിന്നും ഫിലിപ്പീൻസിൽ നിന്നും പിന്നീട് സിംഗപ്പൂരിൽ നിന്നും ഒക്കെ വളർന്നു. സിംഗപ്പൂരിലിരിക്കുന്ന കാലഘട്ടത്തില് ഞാൻ വായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുള്ളറ്റിൻ എനിക്ക് ഒരു ചർച്ചയിലും പറയാതെ വിടാൻ കഴിയില്ല. അന്ന് ദൂരദർശനില് തിരുവനന്തപുരത്ത് നിന്നുകൊണ്ട് വാർത്ത അവതരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടായിട്ട് പോലും അതിനെ മറികടക്കുന്ന വിധത്തിൽ അന്നത്തെ ഏഷ്യാനെറ്റ് മുന്നോട്ട് പോയി എന്ന് നമ്മൾ കണ്ടതാണ്. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവർക്കറിയാം. ദൂരദർശന് രാവിലെ ഷൂട്ട് ചെയ്യുന്ന വിഷ്വല് വൈകുന്നേരത്തെ അവരുടെ വാർത്താ ബുള്ളറ്റിനിൽ കാണിക്കാം, അല്ലെങ്കിൽ ഇന്ന് കാണിക്കുന്നത് പോലെ തത്സമയം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയും. പക്ഷെ ആ സാധ്യതകൾ സ്വാഭാവികമായിട്ട് ഒരു സർക്കാർ സ്ഥാപനം എന്നുള്ള നിലയിൽ വേണ്ടത്ര ഉപയോഗിക്കപ്പെട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ആ ഒരു ഗ്യാപ്പിലാണ് ഏഷ്യാനെറ്റ് കയറിപ്പോയത്. ഒരു ദിവസം ഏഷ്യാനെറ്റിന്റെ വാർത്ത എന്ന് പറയുന്നത് 2 വാർത്തകൾ മാത്രമുള്ളതാണ്. ആ വാർത്ത വായിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ആ വാർത്തയില് ഒന്ന് EMS നമ്പൂതിരിപ്പാട് മരിച്ചു എന്നതാണ് ഒന്നാമത്തെ വാർത്ത. രണ്ടാമത്തെ വാർത്ത AB വാജ്പേയി ഇന്ത്യയിൽ ആദ്യമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരമേൽക്കുന്നു. സാധാരണഗതിയിൽ വളരെ മിനിറ്റായി 30 മിനിറ്റാണ് ഒരു വാർത്താ ബുള്ളറ്റിനൊക്കെ നീളുക. ഇത് 40 മിനിറ്റ് നേരം നീണ്ടു. ഞാനാണ് വാർത്ത അവതരിപ്പിക്കുന്നത്. NK രവീന്ദ്രൻ, പ്രമോദ് രാമൻ, ഷാഹിന KK, മായ രവീന്ദ്രൻ, ഇവരൊക്കെ അന്ന് ഞങ്ങളുടെ ന്യൂസ് റൂമിലുള്ള ആളുകളാണ്, ഞങ്ങളുടെ പ്രൊഡക്ഷൻ സെന്ററിലുള്ള ആളുകളാണ്. 40 മിനിറ്റ് വെറും വാർത്തയല്ല. അന്നോ അല്ലെങ്കിൽ അതിനുശേഷമോ അല്ലെങ്കിൽ അതിനു മുമ്പോ ഇന്ത്യയിൽ ഒരു വാർത്താ അവതാരകനും കിട്ടാത്ത ഒരു ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപതിയെ നേരിട്ട് തത്സമയം എനിക്ക് അഭിമുഖം നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ആരായിരുന്നു അന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതി? KR നാരായണൻ. KR നാരായണന് EMS നമ്പൂതിരിപ്പാടിനോടുള്ള ബഹുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ഏക മലയാളം ടെലിവിഷൻ ചാനൽ എന്ന നിലയിൽ രാഷ്ട്രപതിയായിരുന്ന KR നാരായണന്റെ തത്സമയ അഭിമുഖം എടുത്തുകൊണ്ടാണ് 40 മിനിറ്റ് ബുള്ളറ്റിൻ കടന്നുപോയിട്ടുള്ളത്. പിന്നീട് ഏഷ്യാനെറ്റ് കാലഘട്ടം കഴിഞ്ഞ് ഇന്ത്യ വിഷനിലേക്ക് വന്നു. ഇന്ത്യ വിഷൻ ആദ്യത്തെ വാർത്താ ചാനലായി. നേരത്തെ ഏഷ്യാനെറ്റ് ഒരു വാർത്തകളുള്ള ജനറൽ എന്റർടൈൻമെന്റ് ചാനലായിരുന്നുവെങ്കിൽ
ഇതൊരു വാർത്താ ചാനൽ മാത്രമായിരുന്നു. അതിനകത്തുള്ള വെല്ലുവിളികളെല്ലാം തന്നെയും നിങ്ങൾക്ക് ചിലരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ്. അതിന്റെ വിശദമായ രൂപത്തിലേക്കൊന്നും പോകുന്നില്ല. ഇതെല്ലാം നമ്മളെ പ്രാപ്തരാക്കുന്നത് 29ാമത്തെ വയസ്സിൽ ഒരു എക്സിക്യൂട്ടീവ് എഡിറ്റർ ആവുക എന്ന് പറയുന്നത് ഏതാണ്ട് അസാധ്യമാണ്. നമ്മളൊക്കെ വലിയ പ്രതിഭകളായതുകൊണ്ടൊന്നുമല്ല, നമുക്കെല്ലാം അറിവിന്റെ അങ്ങേയറ്റമായതുകൊണ്ടൊന്നുമല്ല. പക്ഷെ ഏത് പ്രതിസന്ധി വന്നാലും തളരാതെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ പറയുന്ന ചലഞ്ചസ്, ഈ പറയുന്ന വെല്ലുവിളികളെല്ലാം ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ ഏറ്റെടുത്തത്. അത് ഏറ്റെടുക്കാനുള്ള കാര്യം ലൈബ്രറി പ്രസ്ഥാനങ്ങൾ. നമ്മുടെ നാട്ടില് വലിയ സ്വാതന്ത്ര്യം മാധ്യമരംഗത്ത് ആകെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ആസ്വദിച്ചിരുന്നു ആ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം നമുക്ക് തന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യയിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. നവോത്ഥാന പ്രസ്ഥാനങ്ങളെ കുറിച്ചൊന്നും നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. നിങ്ങൾ പാഠപുസ്തകങ്ങളിൽ പഠിച്ചിട്ടുള്ള കാര്യവും ഇപ്പോഴും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളും തന്നെ. ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനങ്ങളിൽ കേരള പതിപ്പുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. ആ കേരള പതിപ്പ് ദേശീയ പ്രസ്ഥാനങ്ങളുടേതിൽ നിന്ന് വേറിട്ട് നിന്നതായിരുന്നു എന്നുള്ളതാണ്. ആ വേറിട്ട് നിൽക്കല് വെറുമൊരു അഹിംസാ സമരമോ അല്ലെങ്കിൽ വെറും ഉപ്പുവറുക്കലോ മാത്രം കൊണ്ട് ഒതുങ്ങിയിരുന്നില്ല എന്നുള്ളതും, അതിനപ്പുറത്തേക്ക് കർഷക തൊഴിലാളി പ്രക്ഷോഭങ്ങളാണ് കേരളത്തിലെ പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ സ്വാതന്ത്ര്യ സമര മുന്നേറ്റം എന്നുള്ളതും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കയ്യൂറായാലും കരിവെള്ളൂരായാലും പുന്നപ്ര വയലാറായാലും ആയിരക്കണക്കിന് കർഷകരുടെ തൊഴിലാളികളുടെ ജീവനാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നമ്മൾ നയിച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ആദ്യം പറഞ്ഞതുപോലെ മാധ്യമ സ്വാതന്ത്ര്യമൊക്കെ നമ്മൾ ആവോളം ആസ്വദിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിലെ എല്ലാതരം സ്വാതന്ത്ര്യവും, മതസ്വാതന്ത്ര്യം, ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം, സാമൂഹ്യ രംഗത്ത് നമുക്ക് ഏത് തലത്തിലും വ്യവഹരിക്കാനുള്ള സ്വാതന്ത്ര്യം, നമ്മൾ എങ്ങനെയാണ് സ്വാതന്ത്ര്യം തിരിച്ചറിയുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. എന്റെ ഒന്നും ബാല്യകാലഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബാലസംഘം ക്ലാസുകളിൽ പഠിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല സ്വാതന്ത്ര്യം എന്നുള്ളതാണ്. 1947 കിട്ടിയ സ്വാതന്ത്ര്യമല്ല യഥാർത്ഥ സ്വാതന്ത്ര്യം, ഒരു സമൂഹം എന്നുള്ള നിലയിലുള്ള സ്വാതന്ത്ര്യം എന്നുള്ളതാണ് ഞാനൊക്കെ പഠിച്ചത് ബാലസംഘം ക്ലാസുകളിൽ. നമുക്കൊരു സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാകണം, നമുക്കൊരു സാമൂഹ്യ സ്വാതന്ത്ര്യം ഉണ്ടാകണം, നമ്മുടെ നിത്യജീവിതത്തിൽ പട്ടിണി കൂടാതെ കടന്നു ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. എന്റെ ചുറ്റുമുള്ളവർ എന്റെ സഹോദരന്മാരാണ്, എനിക്ക് തുല്യരാണ് എന്ന് തോന്നുന്ന വിധത്തിൽ ഓരോരുത്തർക്കും പൗരൻ എന്നുള്ള നിലയിലുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു നമ്മള് നിലവിലുള്ള സ്വാതന്ത്ര്യം പോരാ എന്ന് വാശി പിടിച്ചിട്ടുള്ളത്. ആ ക്ലാസുകളായിരുന്നു ഞങ്ങളെപ്പോലുള്ളവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് ഇപ്പോൾ മധ്യവയസ്സോടടുക്കുന്ന കാലഘട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു കാര്യം, ഞാനൊക്കെ അനുഭവിച്ച സ്വാതന്ത്ര്യം ഇന്നുള്ള സ്വാതന്ത്ര്യത്തെക്കാൾ എത്രയോ വലുതായിരുന്നു എന്നുള്ളതാണ്. മാധ്യമരംഗത്ത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചു, ശശികുമാറിനെ പോലുള്ള പ്രണവ് റോയിയെ പോലുള്ള വിപ്ലവകാരികളാണ് ഞങ്ങളെപ്പോലുള്ളവർക്ക് വഴി കാണിച്ചു തരുന്നത് എങ്കിൽ ഇന്ന് ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും കോർപ്പറേറ്റുകൾ ഏറ്റെടുത്തിരിക്കുന്നു. നിങ്ങൾ കാണുന്നത്, വായിക്കുന്നത് അദാനിയുടേതാണോ അംബാനിയുടേതാണോ അതോ രാജീവ് ചന്ദ്രശേഖരന്റേതാണോ എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ അരിപ്പിറക്കി വായിച്ചു പോകേണ്ട കാലഘട്ടത്തിലാണ് നിങ്ങൾ കുട്ടികൾ ഇപ്പോൾ ജീവിക്കുന്നത്. എന്റെയൊക്കെ കാലഘട്ടത്തിൽ കുറെയെങ്കിലുമൊക്കെ നമുക്ക് വ്യത്യസ്തം എന്ന് തോന്നുന്ന രീതിയിലുള്ള ആർട്ടിക്കിളുകൾ ലഭിക്കുമായിരുന്നു, പത്രത്താളുകൾ ലഭിക്കുമായിരുന്നു. ഇന്നതില്ല. ഇന്ന് അദാനിയുടേതായിക്കോട്ടെ, അംബാനിയുടേതായിക്കൊള്ളട്ടെ, രാജീവ് ചന്ദ്രശേഖരന്റേതായിക്കൊള്ളട്ടെ, ഇനി വരുന്ന മറ്റു കോർപ്പറേറ്റുകളുടേതായിക്കൊള്ളട്ടെ, ഇവരുടെ എല്ലാം പത്രത്താളുകൾ, ഇവരുടെ എല്ലാം ടെലിവിഷൻ ചീന്തുകൾ എല്ലാം ഏതാണ്ട് ഒരേ കോണ്ടന്റാണ് നമുക്ക് നൽകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ, സാമൂഹ്യ പൗര സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ പൊതുവം എന്ന് പറഞ്ഞ് താഴേക്ക് വീണിരിക്കുകയാണ്. ഇന്ന് ഈ കേരളമാണ് ഒരു ചെറിയ ഒരു പരിച്ഛേദമായി നമുക്ക് മുന്നിൽ ഒരു മാതൃകയായി നിൽക്കുന്നത്. ആ ചട്ടക്കൂടിൽ നിന്നാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ കുറച്ചെങ്കിലും ജീവിതവുമായി ഒത്തുപോകുന്നത് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഉത്തരേന്ത്യയിലൊന്നും രണ്ട് സമുദായക്കാർ ഒന്നിച്ച് ജീവിക്കുന്നില്ല.
ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങളിലെല്ലാം തന്നെയും പരസ്പരം ചാവേറുകളാവുകയാണ് എന്നുള്ളത് നമ്മളിതാ പണ്ടൊക്കെ ചരിത്ര പുസ്തകങ്ങളിലാണ് വായിക്കാറുള്ളതെങ്കിൽ ഇപ്പോ പത്രത്താളുകളിലാണ് നമ്മൾ കാണുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഇപ്പോ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാതായിരിക്കുന്നു, പൗര സ്വാതന്ത്ര്യം ഇല്ലാതായിരിക്കുന്നു. ഞാൻ ഉടുക്കുന്നത് എന്താണ്, ഞാൻ കഴിക്കുന്ന ഭക്ഷണം എന്താണ് എന്നത് സംബന്ധിച്ച് എനിക്ക് തീരുമാനിക്കാൻ കഴിയാത്ത അവസ്ഥ ഈ നാട്ടിലുണ്ടായിരിക്കുന്നു. അത് ഞങ്ങൾക്ക് പറഞ്ഞത് കർഷകരുടെ, തൊഴിലാളികളുടെ, സ്വാതന്ത്ര്യ സമര ഭടന്മാരുടെ അവരുടെ എല്ലാം രക്തം വീണ് ചുവന്ന മണ്ണിൽ നിന്ന് പടുത്തുയർത്തിയതാണ് നമ്മുടെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യമാണ് നമ്മളിപ്പോൾ ഓരോ നിമിഷവും അടിയറ വെച്ചുകൊണ്ടിരിക്കുന്നത്. മാധ്യമ സ്വാതന്ത്ര്യം, എന്നെ ആവേശഭരിതരാക്കിയ മാധ്യമ സ്വാതന്ത്ര്യം ഇന്നില്ലാതായിരിക്കുന്നു. ഓരോ മുതലാളിമാരുടെ ജൽപ്പനങ്ങളാണ് ഞങ്ങൾ ഇപ്പോൾ പത്രത്താളുകളിൽ അല്ലെങ്കിൽ ടെലിവിഷൻ ചീട്ടുകളിൽ നമ്മൾ കാണുന്നത്, ദൃശ്യങ്ങളിലൂടെ നമ്മൾ കാണുന്നത്. അതിന്റെ നെററ്റീവാണ് നമ്മൾ കേൾക്കുന്നത്. ആ സാഹചര്യം ഭീതിജനകമാണ്. അതിന്റെ തുടക്കമേ ഉള്ളൂ എന്നുള്ളത് നമ്മളെ കുറെ കൂടി ഭയപ്പെടുത്തണം. ഇതിങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ എവിടെയാണ് എത്തിക്കുക, നമ്മുടെ സമൂഹത്തെ എവിടെയാണ് എത്തിക്കുക എന്നുള്ള കാര്യത്തിൽ നമ്മൾ ആകെ ആശങ്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതിനെതിരായി പടപൊരുതേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതിനെന്താണ് പോംവഴി എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം പല ഘട്ടങ്ങളിൽ സമരത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവരാണ്. നമുക്ക് ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന്റെയും അതിനു മുമ്പ് യൂറോപ്യൻ കച്ചവടക്കാരുടെ ഒക്കെ തന്നെയും അധീനതയിലുള്ള കാലഘട്ടത്തിൽ നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരി. നമ്മൾ അടിയന്തരാവസ്ഥ നമ്മളെ അടിച്ചേൽപ്പിച്ചപ്പോ നമ്മൾ അടിയന്തരാവസ്ഥ മറികടക്കാൻ വേണ്ടിയും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. ഇന്നത്തെ കാലഘട്ടം ഒരു മതരാഷ്ട്രത്തിന് വേണ്ടിയുള്ള കാലഘട്ടമാണ്. ആ മതരാഷ്ട്രത്തിന് വേണ്ടിയുള്ള കാലഘട്ടത്തിൽ കുറെ കൂടി കരുതലോടുകൂടി ഇരിക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണത്? ഖാറ്റ്സ്തമ്യം എന്നുള്ളതാണ് എപ്പോഴും ഇത്തരം ഫാഷിസ്റ്റുകളുടെ രീതി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ടുപോവുക. ഇപ്പൊ ബാലസംഘത്തിന് സമാന്തരമായി പ്രവർത്തിക്കുന്ന ആ ബാലഗോകുലം ഞാൻ ഒരു സംഘടനയെ മാത്രമായി എടുത്തു പറയുകയല്ല, പക്ഷെ പറയാതിരിക്കാൻ നമുക്ക് നിർവാഹം തന്നെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മസ്തിഷ്ക പ്രക്ഷാളനം എളുപ്പമാണ്. ഒരു മതത്തെ മാത്രം ചട്ടക്കൂടിൽ നിർത്തുക, അവരെ പറഞ്ഞ് ഫലിപ്പിക്കുന്നത്. ഇപ്പൊ എന്റെ മനസ്സിൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അറിവ് കിട്ടിയത് ബാലസംഘത്തിൽ നിന്നാണ്. എങ്ങനെയാണ് ഒരു പൗര സമൂഹം മുന്നോട്ട് പോകേണ്ടത് എന്ന അറിവ് കിട്ടിയത് ബാലസംഘത്തിൽ നിന്നാണ്. എങ്ങനെയാണ് ഒരു പൊതുപ്രവർത്തകനായി ജീവിക്കേണ്ടത്, എനിക്ക് വേണ്ടി മാത്രമല്ല, എന്റെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, ഒരു പൊതുപ്രവർത്തകനായി എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് കിട്ടിയത് ബാലസംഘത്തിലൂടെയാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് ചില അരിപ്പകൾ ഉണ്ടാവും നമ്മുടെ മനസ്സിന്റെ ഉള്ളില്. ആവശ്യമുള്ള സാധനങ്ങൾ നമ്മളെടുക്കും, ആവശ്യമില്ലാത്തത് പുറന്തള്ളും. ആ നിലയിലുള്ള വിദ്യാഭ്യാസവും ബാലസംഘത്തിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കളയുക, ആവശ്യമുള്ളത് എടുക്കുക, തെറ്റിനെ തെറ്റായി ചൂണ്ടിക്കാണിക്കുക. ഈ സാഹചര്യം നമുക്ക് ലഭ്യമായിരുന്നു. ഈ തരത്തിലുള്ള വിദ്യാഭ്യാസം നമുക്ക് ലഭ്യമായിരുന്നു. പക്ഷേ ഒരു മതത്തിന്റെ ചട്ടക്കൂടിൽ മാത്രം നിർത്തിക്കൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു ഉത്തരേന്ത്യയിൽ ഞങ്ങളുടെയൊക്കെ സുഹൃത്തുക്കൾ അവിടെ നിന്ന് വരുമ്പോൾ ഇതിനെ ഒരു അത്ഭുത ലോകമായിട്ടാണ് കാണുന്നത്. കേരളത്തെ ഒരു അത്ഭുത ലോകമായിട്ടാണ് കാണുന്നത്. നമ്മളെങ്ങനെയാണ് കേരളത്തെ മധ്യകാലഘട്ടത്തിലെ വിവേകാനന്ദൻ ഇവിടെ വന്ന് പറഞ്ഞത് ഇതൊരു ഭ്രാന്താലയമാണ് എന്നാണ്. നമ്മുടെ നാട് ഒരു ഭ്രാന്താലയമാണെന്ന് വിവേകാനന്ദൻ വിശേഷിപ്പിച്ചത് ഇവിടെ ഈ പറയുന്ന ജാതിക്കോമരങ്ങൾ ഉറഞ്ഞു തുള്ളുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഇവിടെ വരാൻ സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അവിടെ നിന്നാണ് നമ്മള് നവോത്ഥാന ദേശീയ ഇടതുപക്ഷ വിപ്ലവ പ്രസ്ഥാനങ്ങളിലൂടെ നമ്മൾ സ്വയം തിരുത്തി മുന്നോട്ട് പോയിട്ടുള്ളത്. ഇന്നിപ്പോ ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്നവർ പറയുന്നു ഇതൊരു അപൂർവ കേന്ദ്രമാണ്, മാതൃകാ സ്ഥാപനമാണ് എന്ന്. ഈ കാലഘട്ടം നമുക്ക് മറികടക്കേണ്ടതുണ്ട്. ഈ കാലഘട്ടം മറികടക്കേണ്ടതുണ്ട് എങ്കിലും ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ മതസ്ഥാപനങ്ങളിൽ പെട്ടുപോകാതിരിക്കുക. അതുകൊണ്ടാണ് ഉത്തരേന്ത്യക്ക് ഇങ്ങനെ ആകാനുള്ള കാരണം എന്താണ്? അവർക്ക് പ്രത്യേക സ്കൂള്, അവർക്ക് പ്രത്യേകമായ ജീവിത രീതി, അവർക്ക് പ്രത്യേകമായ രീതിയിലുള്ള താമസ സ്ഥലങ്ങൾ, താവളങ്ങൾ. ഗുജറാത്തിലേക്ക് നിങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, മുസ്ലിങ്ങൾ താമസിക്കുന്നിടത്ത് ഹിന്ദുക്കൾ താമസിക്കില്ല. ഇതര സമുദായങ്ങൾ താമസിക്കുന്നിടത്ത് മറു സംസ്ഥാന സമുദായങ്ങൾ താമസിക്കില്ല. വലിയ മതിലുകൾ,
കെട്ടി തിരിച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഉത്തരേന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെയും ഒക്കെ അവസ്ഥ. ഈ രീതി തുടരണം എന്നുള്ളത് അവരുടെ ആവശ്യവുമാണ്. അടുത്ത തലമുറ കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിലുള്ള വിദ്യാഭ്യാസം നേടി കുറെ കൂടി സഹവർത്തിത്വത്തിലൂടെ മുന്നോട്ട് പോകട്ടെ എന്ന് വിചാരിച്ചാൽ, അങ്ങനെ വിചാരിച്ചാൽ പിന്നെ ഈ പ്രസ്ഥാനങ്ങളില്ല, ഇവർക്ക് പണിയില്ലാതാകും. അപ്പൊ ഈ രീതി തുടരണം, ഈ രീതി കേരളത്തിലും അവലംബിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രചരണ കോലാഹലങ്ങൾ സമീപകാലത്ത് നമുക്ക് നമ്മുടെ മുന്നിൽ വന്നതല്ലേ. നിങ്ങളൊക്കെ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നവരാണ്, നിങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലുള്ളവരാണ്. നിങ്ങളുടെ മുന്നിലെത്തുന്ന ദൃശ്യങ്ങൾ എന്താണ്? ഈ കാലഘട്ടത്തിൽ വരേണ്ട ദൃശ്യങ്ങളാണോ? ഏതോടത്ത് ഒരാൾ തുപ്പു മൂവെന്ന് കേട്ടാൽ ആ രീതിയിലാണ് ഒരു സമുദായം പാചകം ചെയ്യുന്നത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തലാണ്. അവരെ സാമ്പത്തികമായി തകർക്കുക, അവരും ഞാനും തമ്മിലുള്ള സ്പർദ്ധ വളർത്തുക, പരസ്പരം ഏറ്റുമുട്ടുക, ആ ചോരയിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുക. ഇതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സമാന്തരമായി മുന്നോട്ട് പോകുന്ന ബാലഗോകുലങ്ങൾ ഉണ്ടാകുന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭീഷണി. കാരണം ഒരു ഘട്ടത്തില്, വളരെ ചെറുപ്പകാലഘട്ടത്തില് അവരുടെ ഉള്ളിലേക്ക് വിഷം കുത്തിക്കയറ്റിയാൽ പിന്നെ തിരിച്ചില്ല. പട്ടണയിലേക്ക് എടുക്കുന്ന കാലഘട്ടം വരെ അവൻ ആ ഒരു നെറേറ്റീവിൽ പോകും, ആ ഒരു പാളത്തിലൂടെ സഞ്ചരിക്കും എന്നുള്ളതാണ്. അപ്പൊ അവിടെയാണ് ബാലസംഘത്തിന്റെ പ്രവർത്തനം പ്രധാനപ്പെട്ടതാകുന്നത്, കാലികമാകുന്നത്, പ്രസക്തമാകുന്നത്, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അത് ചലിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സമൂഹത്തിലെ നന്മ വിജയിക്കുക, മതേതരത്വം, നമ്മുടെയൊക്കെ സഹജീവികൾ, അത് ആരായാലും ഏത് സമുദായക്കാരനായാലും അവരെ ഒപ്പം കൂട്ടുക. ഈ മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ ജാതിയും ചെറിയ ജാതി എന്നൊക്കെ പറഞ്ഞത് വ്യവസ്ഥാപിത താല്പര്യങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു തർക്കമില്ലല്ലോ. പ്രകൃതി മനുഷ്യനെ, ഓരോ മൃഗത്തെ ഓരോ തരത്തിൽ ഓരോ രൂപത്തിൽ ജനിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ലോകത്തിലെ ഒരു ജീവിക്കുമില്ലാത്ത രീതിയിലുള്ള സമ്പ്രദായങ്ങളാണ് മനുഷ്യനുള്ളത്. അതുകൊണ്ട് ജാതി എന്നിലോ മതത്തിലോ എന്നോ വിശ്വസിക്കാതെ മനുഷ്യ സാഹോദര്യത്തിൽ മുന്നോട്ടു പോകാനും പരമാവധി ഞാനും എന്റെ കുടുംബവും ജീവിക്കുന്നത് പോലെ മറ്റുള്ളവരും മറ്റുള്ളവരുടെ കുടുംബവും ജീവിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനും സഹജീവി സ്നേഹത്തോടുകൂടി പ്രവർത്തിക്കാനും ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നല്ല പൗരന്മാരായി നിങ്ങൾക്ക് എല്ലാവർക്കും ഉയർന്നു വരാൻ കഴിയൂ. നിങ്ങളെല്ലാവരും തന്നെയും ഒരു നല്ല പൗരനാകുന്നതിനോടൊപ്പം തന്നെ നല്ലൊരു മാധ്യമ പ്രവർത്തകനുമാകേണ്ടതുണ്ട്. എന്റെയൊക്കെ പ്രവർത്തന കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ എന്റെയൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ നമ്മളൊക്കെ ഒരു ക്യാമറ വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് കാണുന്നത്. വളരെ ചെറുപ്പകാലഘട്ടത്തിൽ നമ്മളൊക്കെ ഒരു സ്റ്റുഡിയോയിൽ പോയിട്ടാണ് ഒരു ഫോട്ടോ എടുക്കുന്നത്. പിന്നീട് ഞാനൊക്കെ വളർന്നു വരുമ്പോഴേക്കും അത് ഒന്നോ രണ്ടോ ടെലിവിഷൻ ക്യാമറകളായി. അപ്പൊ ആ ടെലിവിഷൻ ക്യാമറകളൊക്കെ നമ്മളൊരു സ്ഥലത്ത് ഇപ്പൊ കൊണ്ടുവച്ചാൽ ആ ക്യാമറ കൊണ്ടുവെക്കുന്നിടത്ത് ഒരു 50 പേരെങ്കിലും കൂടുമായിരുന്നു. 50 പേരെങ്കിലും കൂടും. വെറുതെ ഒരു ടെലിവിഷൻ ക്യാമറ അവിടെ കൊണ്ടുവച്ചാൽ മതി. അപ്പൊ അത് വിചാരിക്കുന്നത് സിനിമാ ക്യാമറയാണെന്നാണ് വിചാരിക്കുന്നത്. പിന്നീട് ഏഷ്യാനെറ്റ് ന്യൂസ് വന്ന സമയത്ത് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ക്യാമറയായി. ഇന്ത്യ വിഷൻ വന്ന സമയത്ത് ഇന്ത്യ വിഷന്റെ ക്യാമറയായി. ഇന്ത്യ വിഷൻ ഒരു വലിയ വിപ്ലവമായിട്ടും ഒരു വാർത്താ സംസ്കാരമായി രൂപപ്പെട്ടതോടുകൂടി കൂടുതൽ ടെലിവിഷൻ ചാനലുകൾ വന്നു. കൂടുതൽ ടെലിവിഷൻ ചാനലുകൾ വന്നപ്പോൾ നാട്ടിൽ മുഴുവൻ ടെലിവിഷൻ ക്യാമറകളായി. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഓരോരുത്തരുടെയും കയ്യിൽ മാധ്യമമുണ്ട്. നിങ്ങളുടേതായിട്ടുള്ള മാധ്യമം സാമൂഹ്യ മാധ്യമം. ആ സാമൂഹ്യ മാധ്യമം ഒരു നല്ല പൗരൻ എന്നുള്ള നിലയിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളിൽ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട ഒരു വ്യക്തിത്വം ഒരു മാധ്യമ പ്രവർത്തകന്റേതാണ്. അടിസ്ഥാനപരമായി നിങ്ങളൊരു നല്ല പൗരനാകണമെങ്കിൽ നിങ്ങളൊരു നല്ല മാധ്യമ പ്രവർത്തകൻ കൂടിയാകണം. അതിനിപ്പോ ഒരു ദേശീയ ടെലിവിഷൻ ചാനലിലെയോ അല്ലെങ്കിൽ സംസ്ഥാന ടെലിവിഷൻ ചാനലിന്റെയോ ഒന്നും മാധ്യമ പ്രവർത്തകനാകണ്ട. ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ പോലും ആകണ്ട. നിങ്ങൾ സ്വയം ഒരു മാധ്യമ പ്രവർത്തകനാണ്. നിങ്ങളുടെ കയ്യിലുള്ള ടെലിവിഷൻ, നിങ്ങളുടെ കയ്യിലുള്ള ക്യാമറ, ആ ക്യാമറയെ നിങ്ങൾക്ക് മാധ്യമമായി ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ്. നിങ്ങൾ ചുറ്റും കാണുന്ന ശരിയുണ്ട്, തെറ്റുണ്ട്, നിങ്ങളുടെ നിഗമനങ്ങളുണ്ട്. ഇത് നിങ്ങൾ സംപ്രേഷണം ചെയ്യപ്പെടുമ്പോൾ നിങ്ങളിലൂടെ നിങ്ങളുടെ ആശയങ്ങൾ കാണുന്ന എത്ര പേരുണ്ടാകും? കേരളം ഒരു ടെലിവിഷൻ ചാനൽ സ്റ്റേറ്റിൽ നിന്ന് ഇപ്പോ
യു ആർ അണ്ടർ CCTV സർവൈലൻസ് എന്നുള്ള നിലയിലേക്ക് മാറിയിട്ടുണ്ട്. ചുറ്റും CCTV ആണ്. നമ്മൾ അപകടങ്ങൾ വരുമ്പോഴോ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചുറ്റും CCTV ഉണ്ടാവുകയാണ്. വളരെ ലഭ്യമാണ്. ഒരു സാറ്റലൈറ്റ് നിൽക്കുന്നത് പോലെ CCTV ഇന്നിപ്പോൾ പ്രത്യേകിച്ച് നഗരങ്ങളിൽ എല്ലായിടത്തും ഉണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം വരുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ക്യാമറകൾ പ്രവർത്തിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോ ഒരു സാധാരണഗതിയിലുള്ള പരിപാടികൾ തന്നെ നമ്മൾ പലതരത്തിലും ഷൂട്ട് ചെയ്യാറുണ്ട്. അതല്ലാതെ ഉള്ളിലൊരു മാധ്യമ പ്രവർത്തകനുണ്ടെങ്കിൽ, നല്ല തിരിച്ചറിവുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു മാധ്യമം എങ്ങനെയാണോ കാണുന്നത്, ഒരു പത്രം എങ്ങനെയാണോ വായിക്കുന്നത്, അതിൽ ഈ പറയുന്ന അരിപ്പ കൊണ്ട് നിങ്ങൾ അതെന്താണ് എന്ന് തിരിച്ചറിയുകയും അതിലെ ശരിതെറ്റുകൾ മനസ്സിലാക്കി യഥാർത്ഥത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എങ്ങനെയാണ് പെരുമാറേണ്ടത് ആ വിധത്തിലുള്ള ഒരു ബ്രോഡ്കാസ്റ്റിംഗ് നിങ്ങളുടെ സാമൂഹ്യ മാധ്യമത്തിലൂടെ നിങ്ങൾ സാധ്യമാക്കുകയും ചെയ്താൽ യഥാർത്ഥത്തിൽ ഒരു നല്ല പൗരസമൂഹത്തെ സൃഷ്ടിക്കുന്നതിനുള്ള ഏറ്റവും നല്ല ഉപാധിയായി അത് മാറും എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. കാരണം നിങ്ങൾ കാണുന്നത് സത്യസന്ധമാണെങ്കിൽ നിങ്ങളെ കാണാൻ സത്യസന്ധരായ ഒരുപാട് പേരുണ്ടാവും. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിന്റെ മാത്രം പ്രശ്നമായിരിക്കും ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ. ഈ കാലഘട്ടം മാറേണ്ടതുണ്ട്. ഈ കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ചടുലമായി ധീരതയോടുകൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒന്നിനെയും ഭയക്കരുത്. കാരണം ഇത്തരത്തിൽ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയ ഒരു സമൂഹം നമുക്ക് സമാന്തരമായി വളരുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ആ മസ്തിഷ്ക പ്രക്ഷാളനം സംഭവിച്ച വികലമായ മനസ്സുകളെ കൂടി മാറ്റിയെടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഉദാത്തമായ ഒരു പൗരസമൂഹത്തെ സൃഷ്ടിക്കേണ്ടതിന്റെ പ്രഥമ ഉത്തരവാദിത്തം ബാലസംഘത്തിനാണ്, കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കാണ്. അതുണ്ടാകണം. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ 6 വർഷക്കാലമായി പിണറായി വിജയൻ സർക്കാർ കേരളത്തിൽ വരുത്തിയ മാറ്റങ്ങൾ വലുതാണ്. കേരളത്തിലെ സാമൂഹ്യ രംഗത്ത്, കേരളത്തിലെ വയോജനങ്ങൾക്ക്, കേരളത്തിലെ വ്യാവസായിക രംഗത്ത് എല്ലാം ചടുലമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള 6 വർഷക്കാലത്തെ ഭരണത്തിന് സാധിച്ചിട്ടുണ്ട്. കേരളം ഇപ്പോഴും ഒരു മരീചികയായി തുടരുന്നതിന്റെ കാരണം, മതേതരത്വത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും മരീചികയായി തുടരുന്നതിന്റെ കാരണം കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ബലപ്പെട്ടു നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അത് നമുക്ക് വിട്ടുകൊടുക്കാനാവില്ല. ഒരുപക്ഷെ ഭരണം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടാൽ തന്നെയും ഇടതുപക്ഷത്തിന്റെ വേരോട്ടം സമൂഹത്തിലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു അവസ്ഥ, കേരളം വേറിട്ട് നിൽക്കുന്ന ഒരു ഭൂമിയായി നിൽക്കുന്ന അവസ്ഥ, അത് നമുക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അത് നമ്മുടെ ഏറ്റവും വലിയ അഭിമാനമായി നിലകൊള്ളുകയാണ്. അതുകൊണ്ട് കുട്ടികളായ നിങ്ങൾ, പിന്നീട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാകെ തന്നെയും കേരളത്തെ മതേതര ഭൂമിയാക്കി, കേരളത്തെ ഒരു ജനാധിപത്യത്തിന്റെ ഭൂമിയാക്കി, കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാതരം സമുദായങ്ങൾക്കും ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്ന നല്ല സോഷ്യൽ ബാലൻസിംഗ് ഉള്ള, കൃത്യമായ വിധത്തിലെ വയോജനങ്ങളെ സ്നേഹിക്കുന്ന, പാവപ്പെട്ടവർക്ക് വീടും ജീവിക്കാൻ ആവശ്യമായുള്ള സൗകര്യങ്ങളും നൽകുന്ന ഒരു സംസ്ഥാനം എവിടെയെങ്കിലും ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അത് കേരളമാണ് എന്ന് നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ കഴിയും. അതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ സ്വയം പ്രകാശിതമാകുക എന്നുള്ളത്, നമ്മുടെ അഭിപ്രായങ്ങൾ പറയുക എന്നുള്ളത്, ശരിയെ ശരിയെന്നും തെറ്റിനെ തെറ്റെന്നും ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത്, അത് വളരെ ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ നിങ്ങൾ വളർത്തിക്കൊണ്ടുവരേണ്ട ഒരു ആയുധമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ചാവേറാവുക, ഓൺലൈൻ ചാവേറാവുക എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ശരിയേത് തെറ്റേത് എന്ന് സമൂഹത്തെ തുടർച്ചയായി ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനാവുകയാണ് എങ്കിൽ വഴിതെറ്റിയവരെപ്പോഴും ശരിയായ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അതിന് കഴിയട്ടെ ബാലസംഘത്തിന്റെ ജില്ലാ സമ്മേളനത്തിന് എല്ലാ ഭാവുകങ്ങളും അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ വിപ്ലവാഭിവാദ്യം. കൂട്ടുകാരടുത്ത ചായയാണ്. അപ്പോ ആരും അവിടെ നനയിക്കണ്ട. വളണ്ടിയർ കൂട്ടുകാരുണ്ട്, അവര് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ചായ എത്തിച്ചു.